അശ്വമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും ഒരു വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്യത്ര കളരിക്കൽ, പാലക്കാട്. 2025 വർഷത്തിൽ ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് എന്തൊക്കെയാണ് കർമ്മപരമായി, അതുപോലെ ബിസിനസ് പരമായി, കരിയർ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗുണദോഷങ്ങൾ, അത് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ വർഷം എല്ലാം സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വീഡിയോ ഡ്യൂറേഷൻ കണക്കാക്കിക്കൊണ്ടും കുറച്ച് വ്യത്യസ്തമായിട്ട് രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കാനായി കൊണ്ട് ശ്രമിക്കുന്നത് കൊണ്ടും എല്ലാവർക്കും അത് സെപ്പറേറ്റ് കാണാൻ അത് ഉപകാരപ്പെടും. ആ ഡ്യൂറേഷനൊക്കെ നമ്മൾ കണക്കാക്കിക്കൊണ്ട് അത്തരം ചെയ്യുന്നത് വളരെയധികം ഫലപ്രദമായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും വിശദാംശങ്ങൾ അതാത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. പുതുവർഷ ഫലങ്ങൾ അതുള്ള നമുക്ക് സെർച്ച് ചെയ്യുന്ന പക്ഷം എല്ലാം കാണാനെ കൊണ്ട് സാധിക്കും. നമ്മുടെ ചാനൽ കാണുന്ന പുതിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും വിശദാംശങ്ങൾ ചാനൽ മെയിൻ പേജിൽ കയറി കാണാവുന്നതാണ്. ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളത് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഈ വർഷം എന്തൊക്കെയാണ് കന്നിരാശിക്കാർക്ക് കാത്തിരിക്കുന്ന കർമ്മപരമായിട്ടുള്ള ഗുണദോഷങ്ങൾ എന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇവരുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തും ചിത്രയുടെ ആദ്യ പകുതിയും അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് ഈ വർഷത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരേണ്ട ഒരു സമയമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അത്രയ്ക്കൊരു കംഫർട്ട് സോണിലല്ല നമ്മൾ ഈ വർഷം കിടക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടി വരുന്നു. എങ്കിലും കഴിഞ്ഞ വർഷത്തെയുള്ള ഒരു അരക്ഷിതാവസ്ഥ, ഒരു പൂർണ്ണതയില്ലായ്മ, അതുപോലെ തന്നെ എത്ര കണ്ട് പരിശ്രമം നമ്മൾ നടത്തിയിട്ടും അത് വിജയിക്കാത്തതായിട്ടുള്ള അവസ്ഥകൾ, ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വർഷം കുറച്ച് അശ്രാന്ത പരിശ്രമം വേണ്ടി വരും. കാരണം ശരിയുടെയൊക്കെ ഒരു മാറ്റം അത്തരത്തിലാണ് വരാൻ പോകുന്നത്. ഒരു സമാധാനം എന്ന് പറയുന്ന രാഹുകേതുക്കളുടെ ഒരു സ്ഥിതി മാറി അനുകൂലമായിട്ട് വരുന്നു. വ്യാഴം 10ാമത്തെ രാശിയിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ കർമ്മപരമായിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഇവിടെ എല്ലാത്തിനും നമ്മൾ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലപ്പോൾ പ്രവൃത്തി മണ്ഡലത്തിൽ നമുക്ക് പല മാറ്റങ്ങൾക്കും വിധേയമാകും, കാലാനുസൃത മാറ്റങ്ങൾക്ക് തയ്യാറാവണം. അതേപോലെ ചില നിലവിലൊക്കെ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിക്ക് കിടക്കേണ്ടതായിട്ട് വരിക, ചിലർക്ക് ജോലി ഉപേക്ഷിച്ച് ബിസിനസ് മേഖലയിൽ കിടക്കേണ്ടതായിട്ട് സിറ്റുവേഷൻ വരിക, അല്ലെങ്കിൽ ബിസിനസ് മേഖല ഉപേക്ഷിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വരിക. അത്തരം ഒരുപാട് മാറ്റങ്ങൾ ഈ വർഷം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അധികം വേണ്ടി വരും. പക്ഷേ അതിനനുസരിച്ച് റിട്ടേൺസ് നമുക്ക് വരില്ല എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു പ്രധാന കാര്യം. അപ്പോൾ നമ്മൾ ചിലവുകൾ ചുരുക്കുന്ന നന്നായിരിക്കും. വരുമാനം വരും, പക്ഷേ നമുക്കത് മറ്റെന്തെങ്കിലും കാര്യങ്ങളോട് ഒരുപാട് ചിലവുകൾ വരാൻ സാധ്യത പറയുന്നുണ്ട്. ആ ചിലവുകളെ നിയന്ത്രിച്ച് കൂടുതൽ നമ്മൾ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും ബിസിനസ്സിലേക്ക് ഇറക്കി അല്ലെങ്കിൽ കർമ്മവേലിക്ക് ഇറക്കി മുന്നോട്ട് പോകാതെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ചെറിയ രീതിയിലൊക്കെ തുടങ്ങുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം ചെറിയ ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ ഒരു മെച്ചം നമുക്ക് കാണാം. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിലൊന്നും പ്രത്യേകിച്ച് ലാഭങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നൊരു സൂചന തരുന്നുണ്ട്. അത് ബിസിനസ് മേഖല ആയിക്കോട്ടെ, ജോലിയുടെ ആയിക്കോട്ടെ, സ്വയം തൊഴിൽ മേഖലകളൊക്കെ ആയിക്കോട്ടെ, കൂട്ടായ പ്രവൃത്തികളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വർഷം വരുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കുറച്ചധികം യാത്രകൾ കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട് വരിക, പുതിയ വ്യക്തികളെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരിക, പാർട്ട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ടതായിട്ട് വ്യക്തികളെ നമുക്കിതിലേക്ക് നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ട് സിറ്റുവേഷൻ വരിക. അതുപോലെ ദൂരെയുള്ള വ്യക്തികളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ്, വിദേശത്തൊക്കെയുള്ളതായിട്ട് വ്യക്തികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ നമുക്ക് നമ്മളിലേക്ക് വരിക. അതിനൊക്കെ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ നേരിട്ട മാനസിക പ്രശ്നങ്ങളൊക്കെ മാറ്റം വന്ന് നമ്മൾ പുതിയ ഒരു വേഷനിലേക്ക് കിടക്കുകയാണ്. നമുക്ക് അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ല, അതുപോലെ തന്നെ നമുക്ക് വരേണ്ട പ്രൊമോഷൻ മുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് വന്നില്ല എന്നുള്ളത് അവസ്ഥയൊക്കെ മാറാനും, നല്ല സ്ഥാനമാനങ്ങൾ നമ്മളെ തേടിയെത്താനും, അതിനനുസരിച്ചുള്ള സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടാനും
അർഹിക്കുന്ന പ്രൊമോഷനോ അംഗീകാരങ്ങളോ അവാർഡുകളൊക്കെ നേടാനും പറ്റിയിട്ടുള്ള ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ വലിയ വലിയ മാറ്റത്തിന് തയ്യാറാകുമ്പോഴാണ് അത് സാധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഒരു കംഫർട്ട് സോണിൽ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഈ വർഷം തന്നെ ചില വ്യക്തികൾക്ക് 1, 2, 3 മാറ്റങ്ങൾ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. ചിലപ്പോൾ അതൊരു ജോലി നമുക്ക് ലഭിച്ച് അത് വലിയ ഗുണമില്ല എന്ന് തോന്നുന്നുകൊണ്ട് അതൊന്നൊരു മാറ്റം വരുത്താനായിക്കൊണ്ട് ശ്രമിക്കുകയും മറ്റൊരു ജോലി പ്രവേശിക്കും. അവിടെയും ഇതേ അവസ്ഥകളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി വരുത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കർമ്മമേഖലയിൽ കന്നിരാശിക്കാർക്ക് ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബിസിനസ് രംഗത്താണെങ്കിലും അതേപോലെ നമുക്കൊരു നിരന്തരമുള്ള ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ചിലപ്പോൾ എത്തണമെന്നില്ല. ചിലപ്പോൾ ജാതകവശാലൊക്കെ നല്ല സമയമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ട് തന്നെ പോവുക. ഒരു സ്റ്റെബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം, ഫിനാൻഷ്യൽ ഒരു പൊസിഷൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ കൂടുതൽ ചെറുകിട സംരംഭങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കാണുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് കന്നിരാശിക്കാർക്ക് ഈ വർഷം ശോഭിക്കുക എന്ന് നമ്മൾ ജനറലായിട്ടൊന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സ്വയം തൊഴിൽ മേഖലകൾ ശോഭിക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ചെറുകിട സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ജനറൽ മർച്ചൻ്റ് പോലെയുള്ള മേഖലകൾ, അതിൻ്റേതായിട്ട് ബിസിനസ്സുകൾ, അതുപോലെ ധാന്യങ്ങളൊക്കെ ഉൾപ്പെട്ട മേഖലകൾ, അതേപോലെ ഈ അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ബാങ്കിങ്, നോൺ ബാങ്കിങ് സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, റിയൽ എസ്റ്റേറ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ശോഭിക്കാനും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ നടക്കാനും ഒക്കെ സാധിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഫാർമസി, നഴ്സിംഗ് മുതലായിട്ട് മേഖലകളും അത്തരം കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും പൊതുവെ മെഡിസിൻ്റെ മേഖലകളൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും നല്ല ഒരു മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള വർഷമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. എഞ്ചിനീയറിംഗ് മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ നമുക്ക് അപ്ലൈ പെടാനും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി മുതലായിട്ട് മേഖല, IT മേഖലകളൊക്കെ വളരെയധികം ശോഭിക്കാനും HR ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഈ വർഷം വരാനും സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. മെക്കാനിക്കലായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അഗ്രികൾച്ചർ മേഖല, ഫാം മുതലായിട്ട് മേഖലകൾ, അതുപോലെ തന്നെ ഈ പച്ചക്കറി, പാലുൽപ്പന്നങ്ങൾ, നാൽക്കാലി വളർത്തൽ മുതലായിട്ട് മേഖലകൾ, കൃഷി നാൽക്കാലികളായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ വളരെയധികം ഈ വർഷം നല്ല മാറ്റങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വൈദ്യം, അതുപോലെ തന്നെ ഹോമിയോ മുതലായിട്ടുള്ള മേഖലകളിലൊക്കെ ശോഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രത്യേകം ഒരു ലയം അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു കോറിയാനുള്ള സാധ്യതകൾ മെഡിസിൻ്റെ മേഖലയായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പോകാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ചൊരു സൂചന നമുക്ക് തരുന്നുണ്ട്. കാരണം സൂര്യൻ, ബുധൻ, ശനി എന്നീ ഗ്രഹങ്ങളിലെ ശുക്രൻ്റെയൊക്കെ ഒരു സാന്നിധ്യം ഇവിടെ കൂടുതൽ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സർവീസ് മേഖലകൾ ഒക്കെ വളരെയധികം ശോഭിക്കാനും കോപ്പറേറ്റീവ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല അഭിവൃദ്ധി ഉണ്ടാവാനും ബാങ്കിങ് മേഖലകളിലൊക്കെ ശോഭിക്കാനും നോൺ ബാങ്കിങ് സ്ഥാപനങ്ങളൊക്കെ വിജയപ്രദമായിട്ട് വരാനും സാധ്യതയുണ്ട് എന്ന് കാണുന്നു. അവിടേക്ക് ഒരുപാട് തൊഴിൽ സംരംഭങ്ങളൊക്കെ വരാനും തൊഴിൽ വേക്കൻസികളൊക്കെ വരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പഠിപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നല്ല ഇൻ്റർവ്യൂ ഒക്കെ വരാനും ഇത്തരം മേഖലകളിലൊക്കെ നല്ല ജോലികളൊക്കെ ലഭിക്കാനും സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ എഴുത്ത് ജോലികൾ, എഴുത്തുകാർ, അത് ക്ലറിക്കലായിട്ടുള്ള ചെയ്യുന്ന ആൾക്കാർ, ഫ്രണ്ട് ഓഫീസ് ജോബുകളൊക്കെ ചെയ്യുന്നതായിട്ട് വ്യക്തികൾ, പത്രപ്രവർത്തനം, ജേർണലിസം മുതലായിട്ട് മേഖലകൾ, പ്രസ് മുതലായിട്ട് മേഖലയിൽ ചാനൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് വ്യക്തികൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അത് കൺസ്ട്രക്ഷൻ മേഖല വളരെയധികം ശോഭിക്കും എന്നാണ് പറയുന്നത്. ടൗൺ പ്ലാനിംഗ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലക്ക്, ലെതർ ബിസിനസ്സുകൾ, സ്പോർട്സ് അതുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെൻസിൻ്റേതായിട്ടുള്ള കച്ചവടം കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്പോർട്സ് മേഖലകൾ കൂടുതൽ ശോഭിക്കാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലകളൊക്കെ നമുക്ക് നന്നായിട്ട് ശോഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ഇൻറ്റീരിയർ ഡിസൈനിങ് എന്നതായിട്ട കാര്യങ്ങളൊക്കെ ശോഭിക്കാനുള്ള സാധ്യതകൾ പറയുന്നു. അതുപോലെ ഈ ജ്യോതിഷം, തച്ചുശാസ്ത്രം മുതലായിട്ട് മേഖലകൾ, അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ കൈകാര്യം ചെയ്യുന്നതായിട്ട് വ്യക്തികൾ, അതുപോലെ തന്നെ ഈ ആരോഗ്യം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ നമുക്ക് ബോഡി ബിൽഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് നന്നാവും എന്ന് പറയുന്നു.
അതുപോലെ ആശ്രമങ്ങൾ സന്യാസ മഠങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഊന്നേണ്ട ഒരു വർഷമായിട്ടും തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ടുള്ള പല ഇൻറ്ററാക്ഷനും നന്നായിട്ട് വരാനും ഒരുപാട് അവർക്ക് ആ മേഖലകളൊക്കെ വളരെയധികം ആക്റ്റീവ് ആവാനും സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പൊതുവേ ക്രയവിക്രയങ്ങളൊക്കെ എല്ലാം ശോഭിക്കും. അതുപോലെ ഈ സീപോർട്ട്, എയർപോർട്ട് മേഖലകൾ, ലോജിസ്റ്റിക്കായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, വിദേശങ്ങളായിട്ട് ബന്ധപ്പെട്ട ജോലിയിൽ പ്രവർത്തിക്കുന്നവർ, ഓയിൽ റിഫൈനറി മുതലായിട്ട് മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഇവിടെയൊക്കെ ശോഭിക്കാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ചരിത്രം മുതലായിട്ടുള്ള വിഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് വ്യക്തികൾ, അതുപോലെ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് വ്യക്തികൾക്കൊക്കെ കൂടുതൽ റിസർച്ചും പഠനങ്ങളും സബ്മിഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത, അതിനൊക്കെ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതകൾ ഈ വർഷം പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, ജനങ്ങളുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്ഷനൊക്കെ വരുന്ന ഒരു സമയമായിട്ടാണ് പറയുന്നത്. അതുപോലെ ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികളൊക്കെ വളരെയധികം ശോഭിക്കാനും, പുരോഹിത വൃത്തി, പൂജാകർമ്മങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഏത് മതസ്ഥരാണെങ്കിലും അവിടുത്തെ പുരോഹിതന്മാർക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനും അത്തരം മേഖലയിലൊക്കെ ഒരു നമുക്ക് ജനസമ്മതി വർദ്ധിക്കാനും പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനും പ്രത്യേകിച്ച് സാധ്യതകൾ സൂചിപ്പിക്കുന്നു. അധ്യാപനം മേഖല, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇതൊക്കെ വളരെയധികം നന്നാവുക, റിസർച്ച് മേഖലകൾ ശോഭിക്കുക, എഴുത്തു ജോലികളൊക്കെ വളരെയധികം എഴുതുക, കഥ, കവിത ബന്ധപ്പെട്ടതായിട്ട് മേഖലകൾ, സിനിമാ മേഖലകൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ഈ വർഷം ഉണ്ടാവും എന്നാണ് പ്രത്യേകിച്ച് കാണാനെക്കൊണ്ട് സാധിക്കുന്നത്. കൂടുതലായി നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റുകളിൽ അത്രയ്ക്ക് അങ്ങോട്ട് ശോഭിക്കാനുള്ള സാധ്യത ഈ വർഷം നമുക്ക് കാണുന്നില്ല. കൂടുതൽ നമുക്ക് ഈ ചിന്താ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള, പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ നമുക്ക് ശോഭിക്കാൻ സാധ്യത എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്തായാലും വാണിജ്യ വ്യവസായ മേഖലയൊക്കെ നന്നായിട്ട് അഭിവൃദ്ധിപ്പെട്ടു വരും, അഗ്രികൾച്ചർ മേഖലയൊക്കെ നന്നായിട്ട് ശോഭിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഈ വർഷം കൂടുതലായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ഒരു പരിശ്രമം, ഉപരിപഠനങ്ങൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസുകളൊക്കെ ആവശ്യമായിട്ടൊരു വർഷമാണ്. അതൊക്കെ കാലാനുസൃതമായിട്ട് നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്താം, അതുപോലെ തന്നെ ഒരുപാട് മോഡേൺ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യപ്പെടാം എന്ന് കൂടുതൽ അതിനെക്കുറിച്ചൊരു പഠനങ്ങളും റിസർച്ചുകളും പ്രത്യേകിച്ച് കന്യരാശിക്കാർക്ക് ആവശ്യമായിട്ട് വരും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. മറ്റ് മീഡിയ തലത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അഡ്വർടൈസ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട മീഡിയ തലത്തിലുള്ളതായിട്ട് വ്യക്തികൾ, ചാനൽ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നതായിട്ട് വ്യക്തികൾ, അതുപോലെ തന്നെ അഡ്വർടൈസിങ് മേഖലകൾ, ഇതൊക്കെ ശോഭിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. മോഡലിംഗ് മുതലായിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാവും. സ്പിന്നിങ്, വീവിങ് ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ, അതുപോലെ ചെറുകിട സംരംഭങ്ങൾ, സ്വയം തൊഴിൽ മേഖലകൾ, ഇതൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നു. ഇതിനൊക്കെ നമുക്ക് ഗവൺമെൻറ് സപ്പോർട്ടുകളൊക്കെ നന്നായിട്ട് ലഭിക്കുമെന്നാണ് പ്രത്യേകിച്ച് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു ഈ വർഷം കടന്നു പോകുന്ന ഒരു സാധ്യതകൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് ഇത്തരം സംരംഭങ്ങൾക്ക് ഇറങ്ങുന്നത് കാരണം ഓരോരുത്തർക്ക് ഡിഫറൻ്റ് ആയിരിക്കും അവരുടെ കർമ്മമേഖല. ഇത് നമ്മൾ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം മേഖലകളിൽ നമുക്ക് കടന്നു ചെല്ലാൻ സാധ്യതകളുണ്ട്. എല്ലാവർക്കും എല്ലാ സമയത്തും ഓരോ മേഖലയിൽ കിടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം നല്ലതാണോ, അതിന് പറ്റിയിട്ടുള്ള സമയമാണോ എന്നൊക്കെ നമ്മൾ ജാതകങ്ങൾ പരിശോധിച്ച് വേണം പൂർണ്ണമായിട്ടൊരു തീരുമാനങ്ങളിലേക്ക് കിടക്കാൻ. അതിന് നല്ല ഡിവൈൻ സപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം വ്യാഴമ്പഴൊക്കെ വരുന്ന വർഷമാണ്, കണ്ടകശനിയൊക്കെ കടന്നു പോകുന്നൊരു വർഷമാണ്. അപ്പോൾ ഈ ശനിദോഷ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ശനി മാറ്റത്തെക്കുറിച്ചും രാഹുമാറ്റത്തെക്കുറിച്ചും വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് ജാതകങ്ങളൊക്കെ പരിശോധിച്ച് വേണ്ട ദോഷപരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകേണ്ടതുണ്ട്. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് ഈ വർഷം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കന്നിരാശിക്കാർക്ക് നമുക്ക് ഈ വർഷം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. എന്തൊക്കെയാണ് അപ്പോൾ നമുക്കതിന് പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് നിശ്ചയിക്കുമ്പോൾ എല്ലാവരും നല്ലവണ്ണം വ്യാഴാഴ്ച വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഭഗവത് പ്രീതിക്കുള്ള കാര്യങ്ങൾ, മഹാവിഷ്ണു പ്രീതിക്കുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. ഷഷ്ഠിവ്രതം നോൽക്കുന്നതും നല്ലതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താപ്രീതിക്കുള്ള കാര്യങ്ങളും ആഞ്ജനേയ പ്രീതിക്കുള്ള കാര്യങ്ങളും ശനിദോഷ പരിഹാരങ്ങളും ശബരിമല ദർശനങ്ങളും ദൂരദേശ യാത്രകളും തീർത്ഥാടനങ്ങളും ഒക്കെ ഈ വർഷം പ്ലാൻ ചെയ്യണം.
ചാരിറ്റികൾ ഒരുപാട് ചെയ്യണം, സന്നദ്ധ പ്രവർത്തികൾ, അതുപോലെ തന്നെ ഒരുപാട് അശരണർക്ക് അഗതികൾക്കും വേണ്ട സഹായ സഹകരണങ്ങളും നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സോഷ്യലായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും സർവീസും ഒക്കെ ഈ വർഷം ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൂടുതൽ സ്പിരിച്വൽ കണക്ടിവിറ്റി ഉണ്ടായി സ്വയം നമ്മൾ ഒരു ഉണർവിലേക്ക് വരേണ്ട ഒരു സമയ സന്ദർഭങ്ങളാണ് ഉള്ളത്. അങ്ങനെ വരുന്ന പക്ഷം നമുക്ക് ഈ പ്രതിബന്ധങ്ങളൊക്കെ മറികടന്നുകൊണ്ട് വിജയപ്രദമായിട്ടൊരു അവസ്ഥയിൽ എത്തിച്ചേരാനെ കൊണ്ട് നമുക്ക് സാധിക്കും. അതിനൊക്കെ ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നാണ് നമുക്ക് ഈ വർഷം ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ എല്ലാ കന്യരാശിക്കാർക്കും ഇത്തരം അറിവുകൾ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യണം. ചാനലിനെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചെറിയ സംശയങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുത്ത് വരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾക്ക് നേരിൽ വരാൻ ആഗ്രഹിക്കുന്ന നേരിൽ വരാം. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. ചെറിയ കാര്യങ്ങൾക്ക് വാട്സപ്പിൽ ദയവേത് എല്ലാവരും മെസ്സേജ് അയക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം എല്ലാ ദോഷങ്ങളും തീർന്ന് കർമ്മമേഖല അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ, എല്ലാം വിജയപ്രദമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.